അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിലേക്കുള്ള ക്ഷണം പരിശോധിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം. ചൈനയുടെ പ്രതിനിധിയുമായുള്ള ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുടെ കൂടിക്കാഴ്ചയിൽ അതിർത്തിയിലെ സമാധാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. വിനിത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഈ ബോർഡ് ഓഫ് പീസിൽ ഇന്ത്യ തൽക്കാലത്തേക്ക് കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിരുന്നില്ല. ഇതിലെ അംഗത്വത്തിന് $1 ബില്യൺ സംഭാവന നൽകണം അംഗത്വം പുതുക്കുന്നതിൽ. അപ്പോൾ ആ രീതിയിലൊക്കെ വലിയ രീതിയിൽ അതുപോലെ UN ബദലായിട്ട് ഇത് വരുമോ എന്നുള്ള ചർച്ചകൾ വിമർശനങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ കൃത്യമായിട്ടൊരു മറുപടി അറിയിച്ചിരുന്നില്ല. ഇപ്പോൾ ആ മറുപടിയിലേക്ക് ആ ക്ഷണം സ്വീകരിക്കുന്നതിലേക്ക് പോകുന്നു എന്നാണോ, അതോ അത് പരിശോധിച്ചു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ? വിനിത വിജി ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉടൻ നമുക്കൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിലേക്കുള്ള ക്ഷണം അത് പരിശോധിച്ചു വരികയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ചൈനയുടെ പ്രതിനിധിയുമായുള്ള ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുടെ കൂടിക്കാഴ്ചയിൽ അതിർത്തിയിലെ സമാധാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയായി. വിനിത വിജി ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഈ ബോർഡ് ഓഫ് പീസിലെ അംഗത്വം അതെടുക്കുന്നത് കാര്യം ഇപ്പോഴും പരിശോധിച്ചു വരികയാണ് എന്നുള്ള ഒരു പ്രതികരണമാണോ ഇപ്പോഴും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്നത്? ഒരു പോസിറ്റീവായിട്ട് അതിൽ അംഗത്വം എടുക്കുമോ, ആ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രതികരണമുണ്ടോ? നേരത്തെ തന്നെ ഈ ബോർഡ് ഓഫ് പീസിൽ ഇന്ത്യ അംഗത്വം എടുക്കുന്നതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളടക്കം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അംഗീകരിക്കരുത് എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ പലസ്തീൻ ഇസ്രായേൽ സംഘർഷം ഉൾപ്പെടെയുള്ള യുദ്ധസമാനമായ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച സമാധാന സമിതിയാണ് ബോർഡ് ഓഫ് പീസ്. അങ്ങനെയാണ് ട്രംപ് അതിന് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഈ സമിതിയിൽ ചേരാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് ട്രംപ് ക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫ്രാൻസ്, UK, ചൈന, ജർമ്മനി തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഈ ബോർഡ് ഓഫ് പീസിൽ ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു. ഈ ക്ഷണം ലഭിച്ചുവെന്നും എന്നാൽ ഇതിൽ ചേരുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. UAE, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ, വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങൾ ഈ കരാറിൽ നേരത്തെ ഒപ്പുവെച്ചിട്ടുമുണ്ട്. പക്ഷെ അതേസമയം ഈ കരാറിൽ ഒപ്പുവെക്കരുത്, അതായത് ഈ സമാധാന സമിതി ബോർഡിന്റെ ഭാഗമാകരുത് ഇന്ത്യ എന്നൊരു ആവശ്യം നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.